ശ്രീ ഷഫീർ, ആദ്യം ഈ പറഞ്ഞ ചോക്ലേറ്റിൽ താങ്കളോട് ചോദിച്ചില്ലേ ചില ചോദ്യങ്ങൾ ശ്രീ ജയ്ക്ക്, അതിന് മറുപടി. അല്ല, ജയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാനാണോ ഞാനിവിടെ വന്നിരിക്കുന്നത്? അപ്പൊ പിന്നെ താങ്കൾ എന്തിനാ എന്നോട് ജയ്ക്കിനോട് ചോദിക്കാൻ പറഞ്ഞേ? ജയിക്കാൻ മറുപടി പറയണോ? നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതികത ജയിക്കിനോട് ചോദിക്കാൻ പറയുമ്പോ ജയിക്ക് ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് ചോക്ലേറ്റ് മാത്രമല്ല, താങ്കൾ ഈ കേസിലെ സാങ്കേതികത്വം ജയിക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഷഫീർ. അതെന്ത് മര്യാദയാ? അല്ലല്ല, ഇതിലൊരു മര്യാദയുടെ പ്രശ്നമില്ല. താങ്കൾ ചില ചോദ്യങ്ങൾ ശ്രീ ജയിക്കിലേക്ക് എറിയുമ്പോ അത് ജയിക്ക് കേൾക്കണമെങ്കിൽ തിരിച്ചു വേണമെന്നേ, അതിന് പ്രശ്നമൊന്നുമില്ല. ശ്രീ ജയിക്ക് അല്ലല്ല, അങ്ങനെ ഏകപക്ഷീയമായി ചർച്ച നയിച്ചു പോകണ്ട. എവിടെ അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? ഏകപക്ഷീയം? അങ്ങനെ ഏകപക്ഷീയമായി ഞാൻ നിങ്ങളടുത്ത് അല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ 17 മിനിറ്റ് ആണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് കൊടുത്തത്. നിങ്ങൾക്ക് കാതലായ ഒരു ചോദ്യം ചോദിക്കാൻ എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ചോക്ലേറ്റ് കയറി പിടിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, അല്ലല്ല, ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോരുത്. 7:58 ചർച്ച തുടങ്ങി, 8 മണിക്ക് താങ്കളോട് ആദ്യം ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം, ഒരു സെക്കൻഡ്, അല്ല ഒരു മിനിറ്റ് എടുക്കുള്ളൂ. സമ്മതിക്കത്തില്ല. എങ്ങനെ പറ്റും? അല്ലല്ല, താങ്കൾ പറഞ്ഞൊരു കാര്യം തിരിച്ചാനാ ഞാൻ താങ്കളിലേക്ക് തന്നെയാ വരുന്നത്. ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. എനിക്കിപ്പോ തിരുത്തിയേ പറ്റൂ. എന്ന് വെച്ചാൽ 7:58 ഈ പ്രോഗ്രാമിൽ തുടങ്ങിയിട്ട് 8 മണിക്ക് താങ്കളോട് ആദ്യത്തെ ചോദ്യം ചോദിച്ച് 8:16 വരെ താങ്കളാണ് സംസാരിച്ചത്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. അല്ലല്ല, ഒന്നുകിൽ തുല്യം അല്ലെങ്കിൽ 1 മിനിറ്റ് ശ്രീ ജയിക്കിന് കുറവ്. ഇതാണ് വസ്തുത. വളരെ മോശമായി, ഒരു മിനിറ്റ്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശമായി അദ്ദേഹത്തിന്റെ ജാതിയിലിടനീളം നടക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ പരാമർശിക്കാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു തട്ടക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ അതിനെക്കുറിച്ച് വളരെ മോശമായ ഒരു പരാമർശം നടത്തിയപ്പോ നിങ്ങളൊരു നിഷ്പക്ഷനായിരുന്ന ആങ്കർ ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് പറയണ്ടേ? അത് ഇവിടെ പറയാൻ പാടില്ലെന്ന് പറയണ്ടേ? അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, അല്ല ഒരു സെക്കൻഡ്, അങ്ങനെ പറഞ്ഞു പോകരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. ഇതിലൊരു മര്യാദ ശ്രീ ഷഫീർ, ഒരു സെക്കൻഡ് പറയട്ടെ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശം പരാമർശം ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോ ഞാനൊന്ന് കൈയുയർത്തുമ്പോ താങ്കൾ അങ്ങനെയൊന്നും പറയരുത്. ആ ജാഥയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചും അതിന്റെ മുദ്രാവാക്യത്തെ സംബന്ധിച്ചും ഒരു പറയാനുള്ള മര്യാദ ആങ്കളുടെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? ഇനി എന്നൊന്നും പറയാൻ സമ്മതിക്കില്ല. എന്ത് മര്യാദയാണ് ഒരു ചർച്ച? നിലവാരമില്ലാത്തവന്റെ പിറകെ ഞാൻ ഇറങ്ങി പോണോ? അല്ലേ, അങ്ങനെ പോണോ? എന്താ ശ്രീ ഷഫീർ പ്രശ്നം? ഞാൻ എവിടെ നേതാക്കന്മാരെ കുറിച്ചുള്ള വ്യക്തിപരമായ ആക്ഷേപം മര്യാദയല്ല, ആങ്കർ ഇടപെട്ടത് തടയണം. അവൻ ഇവരെന്നൊക്കെ പറയുന്നത് KPCC ഓഫീസിലെ നമസ്കാരമാണ്. ഞാനിപ്പോ അത് അതിനുള്ള ബഹുമാനവും ഇയാൾ അറിയിക്കുന്നില്ല കേട്ടോ.